ഹായ് ഹലോ എവരി വൺ. ഫ്രാക്ഷൻസിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മുന്നേ തന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു, ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 7/13, 7/17, 7/11, 7/15 ഇവയിൽ ഏറ്റവും വലുത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, ന്യൂമറേറ്റർ അതായത് അംശം ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കിയാൽ മതി. ഇത് 13, 17, 11, 15 ഏറ്റവും ചെറുത് എടുക്കുന്നത് 11 ആണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 7/11 ആണ്. സിംപ്ലി തിരിച്ചാലോചിച്ചിട്ടുണ്ടെങ്കിൽ 7നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ, 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ ഏറ്റവും വലിയ വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. എത്ര ഡിവിഷൻ കുറയുന്നു അത്രയും വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടുന്തോറും അതിൽ ഒരു പോർഷൻ്റെ amount കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് 4 പേർക്ക് വീതിച്ചു കൊടുക്കുന്നതിനേക്കാളും കുറവായിരിക്കും ഒരേ കേക്ക് തന്നെ 8 പേർക്ക് വീതിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പൊ 4 ആണോ 1/4 ആണോ 1/8 ആണോ വലുതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1/4 ആണ് വലുത്. അപ്പോൾ താഴെയുള്ള ഡിനോമിനേറ്റർ കൂടുന്തോറും ഫ്രാക്ഷന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇതൊരു സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അഡീഷൻ ആണ്, ഫ്രാക്ഷൻ അഡീഷൻ. പറഞ്ഞിരുന്ന 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ LCM മെത്തേഡിൽ, അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്ത് നോക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ളത് 1/3 + 1/5 + 1/6 ആണ്. 2 രീതി ചെയ്യാം. LCM മെത്തേഡിൽ ചെയ്യാം, അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്രോസ് ആണ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഈ 2 വാല്യൂസിന്റെ സം എടുക്കാം. എന്ന് വരും 1 × 5 + 1 × 3 ഡിവൈഡഡ് ബൈ 3 × 5 എന്ന് വരും. ആൻസർ വരുന്നത് 8/15 എന്നാണ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? 8/15 + 1/6 ചെയ്താൽ മതി. അപ്പോൾ 1/6 ചെയ്യുന്ന അഗെയിൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പം 8 × 6 + 15 × 1 ഡിവൈഡഡ് ബൈ 15 × 6. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ LCM മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 6 × 8 48 + 15 ഡിവൈഡഡ് ബൈ 15 × 6 ആണ് വരുന്നത്. 15 × 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 48 + 15 63 ഡിവൈഡഡ് ബൈ 90. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം രണ്ടും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 63നെയും 90നെയും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 63നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 21 എന്ന് കിട്ടും. 90നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 30 കിട്ടും. അഗെയിൻ 21/30 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. ഒരു തവണയും കൂടി നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. സോ 21/3 7 കിട്ടും. 30/3 എന്ന് പറയുന്നത് 10 ആയിട്ട് വാല്യൂ കിട്ടും. സോ ഫൈനൽ ആൻസർ 7/10 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലാമെങ്കിൽ LCM മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഇപ്പൊ LCM കണ്ടുപിടിക്കുന്നത് നമ്മൾ ആദ്യം പഠിക്കണം. ഇപ്പൊ LCM HCF ചെയ്യുന്ന സമയത്ത് നമുക്ക് LCM വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 8/15 1/6. എന്തിനാണ് LCM മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, LCM മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ 15നെയും 6നെയും തൊട്ടടുത്ത ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാ നോക്കിയാൽ മതി. 15നെയും 6നും കോമൺ ആയിട്ടുള്ള തൊട്ടടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? രണ്ടിന്റെയും മൾട്ടിപ്പിൾ ആണ് 30 അല്ലെ? അപ്പോൾ 15 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 30ലേക്ക് പോകുന്നത്? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കിട്ടും. അതേ നമ്പർ കൊണ്ട് തന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 6നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 30 കിട്ടുക. അത് തന്നെ നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യാം. അപ്പൊ നമുക്ക് 8 × 2 വരും, പ്ലസ് 1 × 5 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 30 + 30, താഴെയും 30 വരും. ഡിനോമിനേറ്റർ രണ്ടും 30 ആവും. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 30 + 5 ഡിവൈഡഡ് ബൈ 30 കിട്ടും. ഇങ്ങനെ കിട്ടുന്നതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ന്യൂമറേറ്റർ ജസ്റ്റ് സം ചെയ്ത് എഴുതാൻ പറ്റും. അതായത് 21/30. അതായത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നല്ലത്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് 21നെ 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും, 7 വരും. 30 കൊണ്ട് 3നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 വാല്യൂ വരും.
എങ്ങനെ വന്നാലും ആൻസർ വരുന്നത് 7/10 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. അപ്പം നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അത് ചെയ്തു പോകാവുന്നതാണ്. കട്ട് ചെയ്യാനുള്ളത് മാത്രം ഓർത്ത് വെക്കുക. കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടാവുമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഡിവിഷൻ റൂളും അപ്പോൾ ഏത് നമ്പറാണ് എടുക്കേണ്ടത് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 4ന്റെ ഡിവിസിബിലിറ്റി റൂള്, അങ്ങനെയുള്ള ഡിവിസിബിലിറ്റി റൂള് മാത്രം നമുക്കൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് 12/25 ഇൻറ്റു 15/48 ആണ്. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യും. കാരണം ഏറ്റവും ചെറിയ ഫോമിലാണ് ഇവിടെ ഉള്ളത് അല്ലേ. നമുക്കത് ഏറ്റവും ചെറിയ നമ്പറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കൊണ്ടുപോകാൻ. അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 12ന്റെ മൾട്ടിപ്പിൾ ആണ് 48. അപ്പോൾ 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടും. 48നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി 25നെയും 15നെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 25നും 15നും കോമൺ ആയിട്ടുള്ള നമ്പറാണ് 5. സോ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്നും 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല. ന്യൂമറേറ്ററിൽ ഒരു 1 × 3യും ഡിനോമിനേറ്ററിൽ ഒരു 5 × 4ഉം ആണുള്ളത്. സോ ഫൈനൽ ആൻസർ വിൽ ബി 3/20. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പോൾ ഇത് നമ്മൾ 12 × 15 ഒക്കെ ചെയ്ത് പിന്നെ ഫൈനൽ ആൻസർ കണ്ടുപിടിച്ച് പിന്നെ 25 × 48 ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങനെ ഒത്തിരി സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ എത്താൻ ഒത്തിരി സമയം എടുക്കും. വേറൊരു പ്രോബ്ലം ചെയ്യാനുള്ള സമയമാണ് ഇതിനകത്ത് പോയി പോവുക. അപ്പോൾ കട്ട് ചെയ്യാനുള്ളത് പഠിക്കുക. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഇപ്പോൾ 12 + 15 ആയിരുന്നു ഡിവൈഡഡ് ബൈ 25 × 48 ആണെങ്കിൽ ഒരു കാരണവശാലും കട്ട് ചെയ്യരുത്. കാരണം ഇവിടെ സമ്മാണ്. കട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 12നെയും 15നെയും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2നെയും ഡിവൈഡ് ചെയ്യണം. സമ്മാണ്, ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യരുത്. ഒരു നമ്പറിനെ മാത്രം. ഇവിടെ 12നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ കട്ട് ചെയ്ത് 1/4 എന്ന് ഒരു കാരണവശാലും എഴുതരുത്. തെറ്റിദ്ധരിച്ച് വെക്കുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ അങ്ങനെ കട്ട് ചെയ്യാവുള്ളൂ. അഡീഷനോ സബ്സ്ട്രാക്ഷനോ വന്നിട്ടുള്ള നമ്പേഴ്സിന് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 1/8നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 5/8 കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ പല രീതിയിൽ ചെയ്യാം. അപ്പം ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പം ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾ നമ്പറും പ്ലസ് ഒരു ഫ്രാക്ഷനും കൂടി ഉള്ളതാണ്. ഇത് ശരിക്കും മീൻ ചെയ്യുന്നത് 3 1/8 എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾ പീസിൻ്റെ 3 എണ്ണം. അപ്പം നമുക്കൊരു കേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 കേക്കും പ്ലസ് ആ 3 കേക്കിൽ ഒരു കേക്കിൻ്റെ 1/8 പോർഷനും. ഇതാണ് മീൻ ചെയ്യുന്നത്. അതായത് 3 + 1/8 എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒരു P/Q ഫോമിലേക്ക് തന്നെ വരും. അവിടെ ഈ ന്യൂമറേറ്റർ വലുതായിരിക്കും, ന്യൂമറേറ്റർ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും. അതൊന്നും നമ്മൾ നോക്കണ്ട. ജസ്റ്റ് ഇത് 3 + 1/8ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പം എങ്ങനെയാണ് ഇതിനെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ 3നെ 3/1 + 1/8 എന്ന് എഴുതുക, ദെൻ ക്രോസ് ചെയ്യുക. അപ്പം ഇത് ക്രോസ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പം 3 × 8 + 1 × 1 ഡിവൈഡഡ് ബൈ 1 × 8 എന്ന് വരും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഹോൾ നമ്പറിനെയും ഒരു ഫ്രാക്ഷനെയും ആഡ് ചെയ്യുന്ന ഡയറക്റ്റ്ലി തന്നെ പഠിക്കാം. ഈ ഹോൾ നമ്പറിന് ഡിനോമിനേറ്ററിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. അതായത് 3 × 8 + 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ അങ്ങനെ തന്നെ എഴുതുക. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏത് മെത്തേഡ് ആയാലും അങ്ങനെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കാം. സോ ന്യൂമറേറ്ററിൽ 25 എന്നും /8 എന്നും വരും. അപ്പം നമുക്ക് ഈ 3 1/8നെ നമുക്ക് 25/8 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ 25/8നെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ആ നമ്പറിനെ നമുക്ക് അറിയത്തില്ല. ആ നമ്പറിനെ നമുക്ക് അവിടെ ഇങ്ങനെ ജസ്റ്റ് എക്സ് ആക്കി കീപ്പ് ചെയ്യാം. ഇത് ഈക്വൽ ടു 5/8 കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഞാൻ സിമ്പിളി ചോദിക്കാം, 6നെ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 3 കിട്ടുക എന്നറിയാൻ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും പോരെ അല്ലേ? 6നെ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുക എന്ന് കണ്ടുപിടിക്കാൻ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്താണോ വേണ്ടത് അത് കണ്ടുപിടിക്കാൻ 25/8നെ 5/8 കൊണ്ട് ഡിവൈഡ് ചെയ്യും.
അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയാ. ഒരു നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, ഒരു നമ്പറിനെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8/5. ഇവിടെ നമുക്ക് 8ഉം 8ഉം കട്ട് ചെയ്ത് കളയാം. 25/5 നമുക്കറിയാം 5 ആണ്. സോ ഫൈനൽ ആൻസർ എന്താണ്? 5 ആണ് വരുന്നത്. വ്യുൽക്രമം എടുത്ത് ഗുണിക്കുക, അതായത് തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയും. ഹരിക്കുന്നതിന് പകരം, ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നതിന് പകരം ആ ഫ്രാക്ഷന്റെ വ്യുൽക്രമം കൊണ്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഹരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒരു നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഹരിച്ചാലാണ് വേറൊരു നമ്പർ കിട്ടുക എന്നറിയാൻ ആ നമ്പർ കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 2 നമ്പർ ഓർത്ത് വെച്ചാൽ നമുക്കറിയാം എങ്ങനെയാ വരുന്നത്. അപ്പൊ അത് വെച്ച് തന്നെ ഫ്രാക്ഷൻ വെച്ച് കണക്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ന്യൂമറേറ്റർ ഒന്നും സെയിം അല്ല, ഒരുപോലെ അല്ല വന്നേക്കുന്നത്. അപ്പൊ പല രീതിയിൽ പലരും ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 2 നമ്പറിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഏതൊക്കെയാ? 8/5 ഉണ്ട്, 5/11 ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് വലുതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം 11 ഭാഗത്തിൽ 8 ആണോ 11-ൽ 5 ആണോ വലുതെന്നാണ്. 11-ൽ 8 ആണോ 11-ൽ 5 ആണോ വലുതെന്ന്. അത് 8 പീസ് കൊടുക്കുമ്പോഴാണോ 5 പീസ് കൊടുക്കുമ്പോഴാണോ കൂടുതൽ കിട്ടുകയെന്ന് ആലോചിച്ചാൽ മതി. 8 പീസ് കൊടുക്കുമ്പോഴാണ് വലുത് കിട്ടുന്നത്. അപ്പൊ 8/11 ചെറുതാണ് 5/11. 8/11 ചെറുതാണ് 5/11. അപ്പൊ നമുക്കിത് കമ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ ചെറുത് കണ്ടുപിടിച്ച് പോവാന്നുള്ളതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ 8/11 ചെറുതാണ് 5/11 വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ രണ്ടെണ്ണത്തിൽ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. എ എന്ന് പറഞ്ഞ ഓപ്ഷൻ കട്ട് ചെയ്യാം. അത് വലിയ നമ്പറാണ്, അത് ചെറുതാണ് 5/11 ഉണ്ട്. ഇനി നമുക്ക് 5/11യും 4/9നെയും കമ്പയർ ചെയ്യാം. ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഒന്നും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഏതാണ് വലുതെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രോസ് ചെയ്യുക ഇങ്ങനെ, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിൽ എഴുതുക. ഇപ്പൊ 5 × 9 എന്ന് പറയുന്നത് എത്ര വരും? 45 വരും. 11 × 4 എന്ന് പറയുന്നത് 44 വരും. ഇവിടെ മുകളിൽ ഏതാണോ വലുത് അത് വലുതും ചെറുത് ഏതാണോ അത് ചെറുതുമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം 44 ആണ് ചെറുത്. അതായത് 5/11 ചെറുതാണ് 4/9. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5/11 കട്ട് ചെയ്യാം. ഇനി നമുക്കുള്ളത് ഏതാ? 4/11 13/17 ആണ്. അത് രണ്ടും കമ്പയർ ചെയ്യാം. 4/9 13/7 കമ്പയർ ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ, ക്രോസ് ചെയ്യുക, ഇങ്ങനെ മൾട്ടിപ്ലൈ നോക്കുക. 4 × 7 ചെയ്ത് നോക്കുക, 28 കിട്ടും. 13 × 9 ചെയ്യാം, 117 കിട്ടും. ഏതാണ് ചെറുത് വന്നേക്കുന്നത്? 4/9 തന്നെയാണ് ചെറുത് വന്നേക്കുന്നത്. അതായത് 28 ആണ് ചെറുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 13/17 കട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ വരുന്നത് എന്താണ്? 4/9 ആണ്. ഏറ്റവും ചെറുത് ഓപ്ഷൻ ബി 4/9 ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വലുതും എടുക്കാം, വലുതും ചെയ്യാം. വലുത് ഏതെന്ന് ചോദിച്ചാലും രണ്ടെണ്ണം കമ്പയർ ചെയ്ത് പോവാ. ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണെങ്കിൽ അങ്ങനെ ഡിനോമിനേറ്ററിൽ സെയിമില് ന്യൂമറേറ്റർ വലുത് അത് വലുതും ചെറുതാണെങ്കിൽ ചെറുതും. തിരിച്ചാണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതാവും തോറും ഫ്രാക്ഷന്റെ വാല്യൂ കൂടി വരും. അത് നമ്മൾ ആ ലോജിക്ക് വെച്ച് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ കമ്പയർ ചെയ്യാനുള്ളത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് 4 1/5 എത്ര കൂടുതലാണ് 8? അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് കുഞ്ഞു വാല്യൂസ് ആണുള്ളത്. വലിയ ഫ്രാക്ഷൻ വാല്യൂ അല്ല, മിക്സഡ് ഫ്രാക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെക്കണം, 1/5 കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 1 കിട്ടുക? 1/5 കൂടെ എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? അതായത് സിംപ്ലി ഒന്ന് ആലോചിക്കണം കേട്ടോ. ഒരു കേക്ക് നമ്മളിപ്പോ ഒരു 5 കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. 5 കഷ്ണമായിട്ട് ഈക്വൽ ആയിട്ടാണെന്ന് സങ്കല്പിക്കുക. ഇതിൽ ഒരു പീസാണ് ഉള്ളത്. ഇതാണ് 1/5. ഇതിന്റെ കൂടെ ഇനി എത്ര പീസും കൂടി വന്നാലാണ് ഒരു ഹോൾ വാല്യൂ ആവുക? 4 പീസും കൂടി വരണം. എത്രയിലുള്ള 4 പീസാണ്? 5 പീസിൽ ഒരു 4 എണ്ണം കൂടെ. അതായത് 4/5 ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു 4 കേക്ക് ഉണ്ട്, അതിന്റെ കൂടെ നമുക്കൊരു 1/5 ആണ് ഉള്ളത്. ഇനി ഇതിന്റെ കൂടെ ഒരു 4/5 കൂടെ ആഡ് ചെയ്താൽ ഇതൊരു പീസായി. ഇവിടെ ഒരു 4 ഉണ്ട്, പിന്നെ ഒരു 1 കൂടി ആയി. ഇപ്പൊ ഇത് എത്രയായി? മൊത്തം 5 ആയി. ഇനി നമുക്ക് എത്ര മതി? 8ലേക്ക് എത്തിയാൽ മതി. ഇതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 3 കൂടി കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് 5 1/5 ആണ്.
അതിന്റെ കൂടെ ഒരു 4/5 നമുക്ക് ആഡ് ചെയ്തപ്പം അതൊരു 5 കഷ്ണമായി, അതായത് 5 ഫുൾ പീസായി. അതിന്റെ കൂടെ ഒരു 3 കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ടോട്ടലി എത്ര ആഡ് ചെയ്താൽ മതി? 3 4/5 ആഡ് ചെയ്താൽ മതി. ഫൈനൽ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ 4 1/5 കൂടെ എത്ര ആഡ് ചെയ്താലാണ് 8 കിട്ടുക എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 8ൽ നിന്ന് 4 1/5 സബ്സ്ട്രാക്ട് ചെയ്യുക. അതാണ് മെത്തേഡ്. സബ്സ്ട്രാക്ട് ചെയ്യുക തന്നെയാണ്. അപ്പൊ 4ന് 8 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? 5 ആണ് വരുന്നത്. പിന്നെ 5ൽ നിന്ന് ഒരു 1/5 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പൊ സബ്സ്ട്രാക്ട് ചെയ്താലും കുഴപ്പമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഇങ്ങനെ സിംപ്ലി ലോജിക്ക് ആലോചിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഡിവിഷനാണ്, ഡയറക്റ്റ് ഡിവിഷനാണ്. 6/7 ഡിവൈഡഡ് ബൈ 1/3 പറഞ്ഞല്ലോ, തിരിച്ചിട്ട് ഗുണിക്കുക. 6/7 എന്ത് ചെയ്യണം? ഇൻറ്റു 3/1 ചെയ്താൽ മതി. സോ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 3 18 ഡിവൈഡഡ് ബൈ 7. പക്ഷെ അങ്ങനെ ഒരു ആൻസർ ഇതിൽ എവിടെ ഇല്ല. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് പോകണം. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണുള്ളത്, അത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് പോകണം. അതായത് നമ്മുടെ വിഷമ ഭിന്നം എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 18/7 ഡിവൈഡ് ചെയ്യുക. 18 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. എത്ര 7 ഉണ്ട് 18ൽ? 2 7 ആണുള്ളത്. 2 7 14 വരും. റിമൈൻഡർ എത്ര വരും? 6 വരും. അപ്പൊ എന്താണ്? ഒരു 2ഉം പിന്നെ ഒരു 6/7. അങ്ങനൊരു ഓപ്ഷൻ ഇല്ല അല്ലേ? അങ്ങനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഓപ്ഷനിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കാം മേ ബി. ഇത് 4/7 എന്നുള്ളതിന്റെ സോറി ദിസ് ഇസ് നോട്ട് 6, ഇത് 4 ആണ്. അപ്പൊ 4/7 ഓപ്ഷൻ എ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്യുക. ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ബൈ ബൈ, താങ്ക് യു.